വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിലേ വെറും 15 രൂപയ്ക്ക് 250 രൂപ വരുന്ന മേഴ്സിലിസിന്റെ മാംഗോ സോർബെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല രുചിയുള്ള ഒരു പെർഫെക്റ്റ് മാംഗോ സോർബേന്റെ റെസിപ്പിയാണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാംഗോ സോർബെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് മുറിച്ച് ജ്യൂസ് എടുത്ത് വെക്കാം. ഇതൊക്കെ നമുക്ക് ആദ്യമേ ചെയ്ത് വെക്കാം. വലിയൊരു ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഒരു സാധാരണ ഗ്ലാസ് എടുത്താൽ മതി. എല്ലാം ആ ഗ്ലാസിന്റെ അളവിൽ എടുത്തിരുന്നാൽ മതി. ഇനി അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീര് അളന്നൊഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ സാധാരണ മാംഗോ സോർബ ഉണ്ടാക്കുന്ന രീതിയിലല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. സാധാരണ മാംഗോ സോർബ ഉണ്ടാക്കുന്ന മാംഗോ ഐസാക്കി അത് മിക്സിയിൽ അടിച്ച് അങ്ങനെയൊക്കെ അല്ലേ. ഇത് നമ്മൾ ആ ഒരു രീതിയൊന്നുമല്ല. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കട്ട കിട്ടും. കുറച്ചൊന്ന് തിക്കായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കട്ട കിട്ടില്ല. പക്ഷെ ആദ്യം ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്നൊന്ന് തിക്കാവിക്കോട്ടെ. 1-2 മിനിറ്റ് ഒന്ന് വെച്ച് ചൂടാക്കിയാൽ മതി. അപ്പോഴത്തേക്ക് കണ്ട നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. പെട്ടെന്ന് തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ബൗളിലേക്ക് മാറ്റി വെള്ളത്തിലോ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് മാങ്ങയാണ്. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ മാങ്ങയാണ്. മാംഗോ സോർബ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് അൽഫോൻസ മാങ്ങയാണ്. പുളിയില്ലാത്ത നല്ല മധുരമുള്ള അൽഫോൻസ മാങ്ങയാണ്. അപ്പോൾ അത് എനിക്ക് കിട്ടിയില്ല കേട്ടോ. എനിക്ക് കിട്ടിയത് ബങ്കനപ്പള്ളിയാണ്. പക്ഷേ ഇതും നല്ല മധുരമുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ ടേസ്റ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 600 ഗ്രാമൊക്കെ ഉണ്ട്. 2 മാങ്ങ കൂടി. അത്രയും വലിപ്പമുള്ള മാങ്ങയാണിത്. അതപ്പം 2 മാങ്ങയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അളക്കുന്നത് എത്രയാണെന്ന് മെഷർമെൻ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ്. ചിലർക്കിപ്പം വെയിറ്റ് നോക്കാനുള്ള മെഷീനൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ 2 കപ്പ് മാങ്ങയാണുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കണം. നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. നമുക്ക് മാങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് രണ്ടും കൂടെ മിക്സിയുടെ വലിയ ജാറില്ലേ അതിലിട്ടൊന്ന് അടിച്ചെടുത്തിരുന്നാലും മതി. ഇല്ലെങ്കിലും കുഴപ്പമില്ല. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ആക്കാം. നല്ലതുപോലെ ബ്ലെൻഡായി വരണം. അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ മാംഗോ സോർബ. എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ലുലു മോളിൽ പോയ സമയത്ത് ചിക്കുവിന് മാംഗോ സോർബ വേണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് മേഴ്സിലിസിൻ്റെ മാംഗോ സോർബ വാങ്ങിച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കഴിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ എനിക്ക് അത് ഉണ്ടാക്കണം തോന്നി. ഏകദേശം ഒരു ഐഡിയ മനസ്സിൽ തോന്നി. അതുപോലെ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്ര പെർഫെക്റ്റ് ആണ്. 100% പെർഫെക്റ്റ് എന്ന് പറയാം. പക്ഷെ എടുക്കുന്ന മാങ്ങയ്ക്ക് അനുസരിച്ച് ആ ഒരു ടേസ്റ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. മാങ്ങയുടെ ഒരു നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ട് ഇതിന്. ഇതിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ നല്ല പുളിയുള്ള മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ചെറുനാരങ്ങ നീര് ഇത്രയും ഒഴിക്കണ്ട കേട്ടോ. അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ആദ്യം ഒഴിക്കാതെ അവസാനം വേണമെങ്കിൽ ഒഴിച്ചിരുന്നാലും മതി. ഇത് പക്ഷെ ഒട്ടും പുളിയില്ലാത്ത മാങ്ങയാണ്. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചത്. നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ച് അടച്ച് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുത്ത് വരട്ടെ. ഒരു 4-5 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തണുത്ത് വരും. ഇല്ലെങ്കിൽ ഇത് ഓവർനൈറ്റ് വെച്ചിരുന്നാലും മതി. ഞാൻ ഓവർനൈറ്റ് വെക്കുകയാണ്. അപ്പോൾ ഇത് ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ട് ഉള്ള കണ്ടെയ്നർ ആണെങ്കിൽ അടച്ച് ഫ്രീസറിൽ വെക്കാം. നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ സോർബെ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. നമുക്കിത് തുറന്നെടുക്കാം. അത് തുറന്നെടുക്കുമ്പോൾ ഇപ്പം നല്ല ഒരുപാട് കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മുമ്പുണ്ടാക്കിയ ഐസ്ക്രീം പോലെ കട്ട് ചെയ്തെടുത്ത് കഴിക്കുകയും ചെയ്യാം. സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി. നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത സ്കൂപ്പും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് ഒരു ചെറിയ കഷ്ണം ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മിൻറ്റ് ലീഫും കൂടി ഇരിക്കട്ടെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കാണാനൊരു ഭംഗിക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ശരിക്കും സോർബയൊക്കെ കഴിക്കുമ്പോൾ ബൗളിലൊന്നും ഇടില്ല. നേരെ അതിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കോരിയെടുത്ത് കഴിക്കുകയാണ് ചെയ്യുക. നമുക്ക് നമ്മുടെ മാംഗോ സോർബ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ സോർബയുടെ അതേ ടേസ്റ്റാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ അത്. അതും ഇത്രയും കുറഞ്ഞ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിപ്പം
1 കിലോയോളം വരുന്ന സോർബയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള നേരത്തെ കാണിച്ചത് 1/2 കിലോ വരുന്നതാണ്. അതിനാണ് 250 റുപ്പീസ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു 450-500 രൂപയോളം വരുന്ന സോർബയാണ്. അത് വെറും 100 രൂപയിൽ താഴെ 50 രൂപ 100 രൂപയ്ക്കൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ കഴിയുന്നത്. കാരണം വീട്ടിലുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ 50 രൂപയ്ക്കൊക്കെ ഉണ്ടാക്കാം. മാങ്ങ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 100 രൂപയ്ക്ക് താഴെ വരുള്ളൂ ഇതിൻ്റെ ചിലവ് എന്ന് പറയുന്നത്. അതുപോലെ മാങ്ങയുടെ വെറൈറ്റിക്ക് അനുസരിച്ച് ഈ സോർബയുടെ ടേസ്റ്റും വ്യത്യാസമുണ്ടാകും. കാരണം കൂടുതലും മാങ്ങയുടെ പൾപ്പാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചിക്കൂസ് ടൈം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.